ഹായ്. അപ്പം ഞാൻ വീണ്ടും വന്നു. ഇന്ന് ഞാൻ വന്നിരിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹമുണ്ട് അവരുടെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കണമെന്ന്. ഇപ്പം നാളെ നിങ്ങളൊരു ഫംഗ്ഷന് പോകാമെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോകണോ, സ്കൂളിൽ പോകണോ, എവിടെയാണെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നോ, അപ്പം നിങ്ങളുടെ മുടി ഏറ്റവും ഭംഗിയായിട്ട് കിടക്കാൻ എന്താ ചെയ്യണേന്നാണ് ഞാൻ പറയണേ. ഇത് ഞാൻ കുറേ വർഷമായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നേരത്തെ, അതായത് നമ്മൾ മുടി ഹീറ്റൊന്നും ചെയ്യാതെ അയൺ ചെയ്യാതെ എങ്ങനെ ഭംഗിയായിട്ട് കിടക്കാം എന്നുള്ളത്. അപ്പം ഞാനിത് കൂടുതലും ചെയ്തിട്ടുള്ളത് എൻ്റെ കോളേജ് ഡേയ്സിലാണ്. എൻ്റെ കോളേജ് സമയത്തും പിന്നെ അത് കഴിഞ്ഞ് കുറേ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ അതിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ സ്ട്രെയിറ്റനിങ് ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ മുടി ഇങ്ങനെ നല്ല പറന്ന് നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് മറ്റുള്ളവർക്ക് തോന്നിക്കാൻ പാകത്തിന് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ മുടി വെട്ടി ചെറിയ ഷോർട്ട് ഹെയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് സ്വയം പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും നമുക്ക് ആ മുടിയെ കുറച്ചും കൂടെ ഭംഗിയാക്കി കിടത്താൻ പറ്റും നാളെ നമുക്ക് വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത്, നിങ്ങളെ മുടി നന്നായി ഷാമ്പൂ ഇട്ട് കഴുകി കണ്ടീഷണറൊക്കെ ഇട്ട് ഉണക്കി ഡ്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുടി രണ്ട് സൈഡിലോട്ടും ഒരുപാട് കുഞ്ഞി ആയിട്ട് പിന്നിയിടുക. അതായത് നമ്മളുടെ ആഫ്രിക്കൻ ബ്രെയ്ഡ്സ് എന്ന് പറയത്തില്ലേ, ആഫ്രിക്കൻസിൻ്റെ ഒക്കെ മുടി കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുറേ ആയിട്ട് പിന്നിയിടണേ. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. എന്നാലും ഹീറ്റും അയണും ഒന്നും ചെയ്യേണ്ട, മുടിക്ക് കേട് വരത്തില്ല എന്ന് പേടിക്കുകയും വേണ്ട. അപ്പം തലേ ദിവസം കുറച്ച് നേരം ഒരു സമയം നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച്, ഇപ്പം ഞാനൊക്കെ ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുഞ്ഞു മുടിയാണെങ്കിലും നീളമുള്ള മുടിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് ഒരു ചീപ്പ് വേണം. ഇതാക്കണ്ടോ, ഇങ്ങനെ ഒരു വാലുള്ള കോമ്പാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം നമുക്കിങ്ങനെ വകച്ചിലൊക്കെ എടുക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ വാലുള്ള കോമ്പായിരിക്കും. ഇങ്ങനെ ബാക്ക് സൈഡ് വരെ കൊണ്ടുപോയിട്ട് ഇത് ബാക്കിൽ നിന്ന് മുടി ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ടൊരു വകച്ചില് വരും. കണ്ടോ, അല്ലാതെ നമ്മൾ ആക്കുമ്പോൾ അത്രയും കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലോട്ട് വകച്ചിലെടുത്തു. കണ്ടോ, അതിനു മുന്നേ ഇപ്പം എൻ്റെ മുടി എങ്ങനെ കിടക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആഫ്റ്റർ എഫക്റ്റും കാണിച്ചു തരാം, ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരണേന്നുള്ളത്. ഇപ്പോൾ നോക്കിയോ, എൻ്റെ മുടി ഫുൾ ബാക്കിലോട്ടിട്ടു. ഇപ്പം എൻ്റെ മുടി ഇങ്ങനെ കിടക്കണേ. ഇനി നാളെ എങ്ങനെയായിരിക്കും ആവണേന്ന് നാളെ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇപ്പം ഒന്നും കൂടി വകഞ്ഞ് ഫ്രണ്ടിലോട്ടിട്ടു, രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ആക്കിയിട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിലത്തെ മുടി അവിടെ കിടക്കട്ടെ. ഇനി നിങ്ങൾക്ക് വേണ്ടത് കുഞ്ഞ് റബ്ബർ ബാൻഡ് ഇല്ലേ, കുഞ്ഞ് റബ്ബർ ബാൻഡ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ പറയുന്നത് ഡിസ്കോ റബ്ബർ ബാൻഡ് എന്നാണ്. മറ്റേ റബ്ബറിൻ്റെ റബ്ബർ ബാൻഡ് അല്ല, ഇങ്ങനെ പ്ലാസ്റ്റിക് പോലത്തെ കുഞ്ഞ് റബ്ബർ ബാൻഡ് കിട്ടുമല്ലോ, നിങ്ങൾക്ക് കാണാമോ, കുഞ്ഞ് റബ്ബർ ബാൻഡ്. ഇത് കൂട്ടി ഇപ്പം ഞാൻ എൻ്റെ മുടിക്ക് എടുക്കുന്നത് ഒരു 8 എണ്ണമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ കട്ടി അനുസരിച്ച് ഒരു 6 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം ഒക്കെ എടുക്കാം. കാരണം വളരെ കുഞ്ഞായിട്ട് വേണം പിന്നീടാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് മക്കൾ പെൺകുട്ടികളൊക്കെ ഉള്ളപ്പം അവരെ മുടി ഇതുപോലെ നല്ല ഫംഗ്ഷന് വേണ്ടി റെഡിയാക്കി വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം നോക്കിയോ, അപ്പം ഞാൻ ഈ മുടി ഒരു സൈഡിൽ രണ്ട് സൈഡിലാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള മുടി വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും ബാക്ക് പോർഷനല്ലേ, അവിടെ നിന്ന് ഒരു കുറച്ച് മുടി ഇങ്ങനെ എടുത്തു. ഇതാക്കണ്ടോ, ഈ ബാക്കിൽ നിന്ന് ഒരു സെറ്റ് മുടി ഇങ്ങനെ എടുക്കണം. നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലേ, അതിനെ കുഞ്ഞായിട്ട് പിന്നിയിടണം. നോക്കി കാണാൻ പറ്റുന്നുണ്ടാവൂലേ. അപ്പോൾ ഇത് കുഞ്ഞായിട്ട് ഇങ്ങനെ പിന്നിയിടണം. കണ്ട, ആ എടുത്ത മുടിയെ കണ്ടോ. അപ്പം ഞാൻ പിന്നി കാണിച്ചു തരാം. അപ്പം നല്ല ടൈറ്റായിട്ട് വേണം പിന്നി വെക്കാനേ. ഒരുപാട് താഴെ കൊണ്ടുപോകണ്ട. ഇതൊരു 2-3 സെൻറ്റിമീറ്റർ കാണും, 2 സെൻറ്റിമീറ്റർ ഒക്കെ കാണും. അത്രയും ടിപ്പിലായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ ഇടണം. എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മിക്ക് ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി ഇങ്ങനത്തെ ഐഡിയകളൊക്കെ ചെയ്ത ആളായതുകൊണ്ട് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഐഡിയ എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും സ്ഥിരമായി ഈ ഐഡിയ ഞാൻ ചെയ്യുമായിരുന്നു. ഇതാക്കണ്ടോ. അപ്പം ഞങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ടതേ ഇപ്പോൾ ഈ ബാക്കിലത്തെ ഒരു മുടിയെ, ഈ മുടിയെ ഫുൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൃത്തികെട്ട ലുക്കായിരിക്കും നമുക്ക് കിട്ടണേ. കാരണം ഈ ഹെയർ സ്റ്റൈൽ ഫുൾ മുടി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു കോമാളി ലുക്കൊക്കെ തോന്നും. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ ഉറങ്ങാൻ പോവല്ലേ, ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് വന്ന് ഇതെല്ലാം അങ്ങ് അഴിച്ചിടണം. അപ്പം നല്ല അടിപൊളിയായി നല്ല തിക്ക ഹെയർ ആയിട്ടിരിക്കും. ഇച്ചിരി കഷ്ടപ്പെട്ടാൽ മതി. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഇനി ബാക്കിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ബാക്കി മുടി എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഒരു കുറച്ച് മുടി, ബാക്കി എത്ര മുടിയുണ്ടോ അപ്പോൾ ആ എടുത്ത അത്രയും തന്നെ
ഉള്ള ഒരു സെറ്റ് മുടിയും കൂടെ എടുക്കുക. നമുക്ക് കൈ പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര മുടിയുണ്ടെന്ന്. അപ്പോൾ ഇതാ, അപ്പോൾ ആ മുടി കൂടി ഇങ്ങനെ എടുക്കുക. കണ്ട, നമുക്ക് അതും കൂടി പിന്നീടാം. നല്ല ടൈറ്റ് ചെയ്ത് വേണം കേട്ടോ പിന്നാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടിപ്സൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു തരാനായിട്ട്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ തന്നെ കാരണവും അതാണ്. എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല, ഒരു കാര്യം മാത്രം. ഇപ്പം ഞാൻ ഹോബിയായിട്ട് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരും. പിന്നെ ഇതുപോലെ മുടി, മേക്കപ്പ്, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ചിലപ്പോൾ ട്രാവൽ ചെയ്യണ സമയം അങ്ങനെയൊക്കെ, അപ്പോൾ അതൊക്കെ പറ്റും പോലെ, സമയം കിട്ടും പോലെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് നമ്മുടെ മുടിയൊക്കെ ഇത് നല്ല ക്ഷമ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് കഷ്ടപ്പാടാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം നാളെ രാവിലെ എഴുന്നേറ്റ് കാണുന്ന അടിപൊളി മുടിയെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം നിങ്ങളിങ്ങനെ അറിയാതെ ചെയ്തോളൂ ഇതൊക്കെ. കണ്ടോ എവിടെയാണ് ഇപ്പം അതിൽ 3 പീസായിട്ട് എടുത്ത മുടിയിൽ ഒരു ഭാഗത്തിന് നീളം കൂടുതൽ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് ആ ടിപ്പ് വരെ എത്തിക്കാൻ നോക്കണ്ട. എവിടെയാണോ തീരണേ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടേക്കാം. ഞാൻ എൻ്റെ മോളുടെ മുടിയൊക്കെ ഇങ്ങനെ ചെയ്യും. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പം അവൾക്ക് ഒരുപാട് നീളമൊന്നുമില്ല, എന്നാലും ചെയ്യും ഞാനിങ്ങനെ. പക്ഷെ അവൾക്ക് മടിയായി ഇങ്ങനെ നിന്ന് തരാനായിട്ട്, മടുക്കുക എന്ന് പറയും. പക്ഷെ ഞാൻ പിടിച്ചിരുത്തി ചെയ്യും ഇങ്ങനെയൊക്കെ. അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. മറ്റേ റബ്ബർ ബാൻഡ് ഞാൻ പറഞ്ഞ മറ്റേ റബ്ബർ ബാൻഡില്ലേ ഈ ഷോപ്പുകളിലൊക്കെ യൂസ് ചെയ്യണം, ആ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഊരിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. മുടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും, മുടി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാൻ പറയണത് കേട്ടോ. പിന്നെ അടുത്തത് 3ാമത്തെ, ഞാനൊരു 8 നിർത്താമെന്നാണ് വിചാരിച്ച. ഒരു സൈഡ് 4, മറ്റേ സൈഡ് 4. ഇതിപ്പോൾ അറിയില്ല, ഈ സൈഡിൽ തന്നെ ഇപ്പം 3ാമത്തെയാണ് ചെയ്യണത്. പിന്നെ മുടി ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കത്തില്ല, പക്ഷേ എന്നാൽ ഒരുപാട് വളഞ്ഞും കിടക്കത്തില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം നാളെ. ആക്ച്വലി എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള മുടിയാണ്. സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള മുടിയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുടി കുറേ ഇങ്ങനെ ഒട്ടിക്കിടക്കുകയല്ലേ, അപ്പോൾ അത് കുറച്ചും കൂടെ ഇങ്ങനെ കട്ടിയായിട്ട് തോന്നാനും കുറച്ച് തിക്നെസ് തോന്നാനും നല്ല ഉള്ളു തോന്നാൻ മുടിക്ക് അതൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമേ. എനിക്ക് തോന്നണം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ചെയ്ത് നോക്ക് നിങ്ങൾ, അപ്പം അടിപൊളിയായിരിക്കും ഇത്. നാളെ എൻ്റെ അടിപൊളിയായ മുടിയെപ്പറ്റി മാത്രം ചിന്തിച്ച് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. അല്ലെങ്കിൽ വല്ല ടി വി ഒക്കെ കണ്ടോണ്ടോ ആരോടെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ അങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ബോറടിക്കത്തില്ലല്ലോ. ഇതേ കണ്ട 3ാമത്തെ. എൻ്റെ ഈ ഐഡിയ കണ്ട് പല ഫ്രണ്ട്സും ഇതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറച്ചും കൂടെ ബാക്കിലോട്ട് എടുത്ത് ചെയ്യും. നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ മുടി ഇവിടെ കിടക്കും. അപ്പോൾ അത് കുറച്ചും കൂടെ ഈ ചെവിയുടെ ബാക്കിലോട്ട് എടുത്തിട്ട്, ചെവിയുടെ ബാക്കിലെടുത്തിട്ട് ഇവിടെ നിന്ന് ചെവിയുടെ ബാക്കിലോട്ട് പിന്നണം. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് ഒതുങ്ങി കിടക്കത്തുള്ളേ. ഒരു ഇച്ചിരി കട്ടി കൂടി അതിന് സാരമില്ല. എൻ്റെ മുടി ഇങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്തേക്കണോണ്ട് കുറച്ച് നീളം എത്തിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇച്ചിരി വലുപ്പത്തിലെടുത്തതാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ പല മുടിയും പല നീളമാണ്, താഴെ വരെ പിന്നാനുള്ള മുടി കാണില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലുള്ള ഭാഗത്തിന് എല്ലാം കൂടെ ഇങ്ങനെ എടുത്തു. ഇതിലും കുഞ്ഞാക്കാം, അപ്പോൾ 6 വരും. കണ്ടോ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ആഫ്രിക്കൻസ് മുടി ചെയ്യണ പോലെ നമ്മുടെ തലയ്ക്ക് അത് ചേരത്തില്ല ഈ ലുക്ക്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇട്ടു. ഇനി അടുത്തത് ഈ സൈഡ്. എന്തായാലും ഉറങ്ങണതിന് മുന്നേ ചെയ്യണം, അതാണല്ലോ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ 2 മണിക്കൂർ പകല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം സമയം കിട്ടില്ല മുടി അങ്ങനെ റെഡിയായി വരാൻ. അപ്പോൾ രാത്രിയിൽ ഉറങ്ങണതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ടിട്ട് ഉറങ്ങണം. മതി, ഇതിന് പല നീളം, അതുകൊണ്ട് ഇവിടെ നിർത്താം. എൻ്റെ റബ്ബർ ബാൻഡ് തീർന്നു. ലൂസാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇത് ഊരിപ്പോകും. അപ്പം ഒരു ഇത്തിരി ടൈറ്റാക്കി കെട്ടി വെച്ചോ. മുടി പോകുന്നു പേടിക്കണ്ട, ഈ റബ്ബർ ബാൻഡ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും മുടി പോകത്തൊന്നുമില്ല. ഓക്കേ, ഹായ്, നല്ല ലുക്കായി ഞാനിപ്പോൾ. കണ്ടോ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഈ സൈഡിലൊരു 4 എണ്ണം, ഈ സൈഡിലൊരു 5 എണ്ണം. അപ്പം കോമഡി ആയിരിക്കും ബാക്കിൽ നോക്കിയാൽ. നോക്കൂ, ഇനി എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ മുടിയും കൂടെ, എല്ലാ മുടിയും കൂടി പിന്നെ ഇതൊക്കെ പിന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ ഫുൾ മുടി അതുപോലെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫുൾ മുടിയും കൂടെ പിന്നെയും ഇടുക. നമ്മൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു മുടി ഇങ്ങോട്ട് വരും, ഒരു മുടി ഇങ്ങോട്ട് വരും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പിന്നെ അങ്ങ് വെച്ച് താഴെ വരെ പിന്നണ്ട, ജസ്റ്റ് ആ മുടി ഒന്ന് ഒരുമിച്ചിരിക്കാൻ വേണ്ടി. ഇതേ കണ്ടോ, ബാക്കിയൊക്കെ അവിടെ വെച്ച് എന്നിട്ട് നമ്മൾ വേറൊരു റബ്ബർ ബാൻഡ് എടുത്ത് 2 എണ്ണം ഇട്ടാൽ മതി. ഓക്കെ, കണ്ടോ ഇപ്പം എൻ്റെ മുടി ഇരിക്കണം. കിട്ടി ലുക്കായില്ലേ? ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഉറങ്ങി എഴുന്നേറ്റു. എൻ്റെ തലയൊന്നും പോയിട്ടൊന്നുമില്ല. വർക്കൊക്കെ നോക്കിയോ,
കുറേയൊക്കെ ഉറങ്ങിയ പോലെ പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അടുത്തത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി അഴിക്കാം. മുടി ഇന്നലെ കെട്ടി വെച്ചതാണ്. ഒന്നും ഊരിപ്പോയൊന്നുമില്ല. ആദ്യത്തെ ഒരു റബ്ബർ ബാൻഡ് അഴിച്ചു. ഓക്കെ, ഇനി അടുത്ത റബ്ബർ ബാൻഡ്. മുടി വിരുത്തി നോക്കി. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ മുടി കുറച്ച് വളഞ്ഞ് കിടക്കണേ. അത് ഞാൻ എല്ലാ മുടിയും കൂടി കൂട്ടി ഒന്ന് പിന്നിയപ്പം വളഞ്ഞതാ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അഴിക്കാം. ആദ്യം ഉള്ളിൽ നിന്ന് അഴിക്കാം. പിന്നെ നമ്മളെല്ലാം അഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം പിന്നലെ അഴിക്കാം. ഇന്നലെ മൊത്തം മുടിയും പിന്നാനായിട്ട് ഒരു 20 മിനിറ്റ്സ് എടുത്തു. ഇപ്പം ഞാനെല്ലാം അഴിച്ചെടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ്സ് എടുക്കും തോന്നുന്നുണ്ട്. ഞാനൊന്ന് ചീകി എടുക്കാം. എനിക്കിതൊന്ന് എങ്ങനെ ആവണേന്ന് നോക്കാം. ഇപ്പം മുടി നല്ല പറന്ന് കിടന്നിട്ടുണ്ട്. നല്ല ഉള്ളുള്ള പോലെ നല്ല പറന്ന് കിടക്കും മുടി. നോക്ക്, കണ്ടോ? എൻ്റെ മുടി ശരിക്കും നല്ല സ്ട്രെയിറ്റ് ചെയ്ത മുടിയാണ്. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ നമ്മുടെ മുടി ആക്കിയെടുക്കാൻ പറ്റും. അപ്പം നോർമൽ ഹെയർ ഉള്ളവർക്ക് കുറച്ച് നല്ല ഭംഗിയായിട്ട് ഇനി ഇത്രയും ഇങ്ങനെ കിടക്കണ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നിയ പോലെയൊക്കെ തോന്നാം ചിലപ്പം. എന്നാലും ഇനിയിപ്പം കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് കിടക്കണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ സ്ട്രൈറ്റനിങ് അയൺ ഉണ്ടെങ്കിൽ ഈ മുകളിലത്തെ ഭാഗം മാത്രം, ഈ മുകളിലത്തെ മുടി ഫുൾ ഹെയറും ആക്കരുത്. മുകളിലത്തെ മുടികൾ, ഈ ഫ്രണ്ടിലുള്ള പോർഷൻ, ഫ്രണ്ടിലത്തെ മുടി കണ്ട ഇതൊക്കെ ഇപ്പിച്ചിരി വളഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, എനിക്കറിയാം ഇത് ഓക്കെ ആണെന്ന്. എൻ്റെ മുടി ഇപ്പം ഇങ്ങനെ ലെയർ കട്ട് ചെയ്തുകൊണ്ടാണ് പല നീളത്തിൽ കിടക്കണത്. ഇങ്ങനെ ഒരേ നീളമുള്ള മുടിയാണെങ്കിൽ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും. ഞാനിതൊന്ന് ടൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കോ, ഞാൻ മുടിയൊന്ന് കെട്ടി വെച്ച് കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഫുൾ മുടിയും ചീകി ഒരുമിച്ച് കെട്ടുവാണെന്ന് വെച്ചോ. അപ്പം നല്ല ഉള്ളുള്ള പോലെ നല്ല തിക്കായിട്ട് മുടി ഇങ്ങനെ കിടക്കും. ഇനി നിങ്ങൾ ക്ലച്ചർ വെക്കുവാണെങ്കിൽ ഒന്ന് വെക്കോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇത് പിന്നെ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഉള്ള ലുക്കാണ് നമ്മുടെ മുടിയുടെ. ഇങ്ങനെ രാവിലെ അഴിച്ചു കഴിയുമ്പോൾ ഇനി ഒരു കുറച്ച് നേരം കൂടെ ഇങ്ങനെ അങ്ങ് അഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ കഴിയുവാണെങ്കിൽ ഈ കുറച്ച് വളവ് വന്നത് അത് കുറച്ചും കൂടെ വരും. അതായത് നിങ്ങളിപ്പോൾ പുറത്തോട്ട് പോയെന്ന് വെച്ചോ, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെയും ചെയ്യാൻ മതി മുടി. അത് പിന്നെയും കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല വിടർന്ന മുടിയായിട്ട് കിടക്കും. അത് അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പം ഹീറ്റൊക്കെ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് അയൺ ചെയ്ത് മുടി പോകുമെന്നൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കേ, ബൈ ബൈ.